ഞങ്ങൾ മാത്രം സ്വർഗത്തേക്ക് പോകുള്ളൂ എന്നൊക്കെ വിചാരിക്കണം. എത്ര സാധുക്കളുണ്ട്. അള്ളാന്റെ സ്വർഗം ലഖദ് ഹജ്ജർത വാസിഅ, ഇത്ര വിശാലമായ അള്ളാന്റെ സ്വർഗം നിങ്ങൾ എന്ത് ചെയ്യരുത്, ചുരുക്കി കളയണ്ട. അവിടെ കുറെ ആൾക്കാർക്ക് വരാൻ സ്ഥലമുണ്ട്. അവ്വലീങ്ങളും ആഖിരീങ്ങളുമായ ഒരുപാട് ആൾ. സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ, മുൻഗാമികളിൽ ഒരുപാട് പേർ, പിൻഗാമികളിലും ഒരുപാട് പേർ. എങ്ങനെ ഞങ്ങൾ മാത്രം എന്ന് പറയാ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അതൊക്കെ മോശം. ആരാണ് നിങ്ങളെ തലേക്ക് ഇതൊക്കെ കയറ്റി വെച്ച് തരുന്നത്? അല്ലാഹു ആലം. ബുദ്ധിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, ഒന്ന് അടിയന്തരമായിട്ടൊന്ന് സർവീസ് ചെയ്യാൻ നേരായിട്ടുണ്ട്. ചിന്തകളും വിചാരങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ അല്ലാഹു തആല ഖൽബുകളൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് പ്രസന്നത കാണുമ്പോ, എന്തേ നിങ്ങളുടെ മുഖത്ത് ഇത്ര നല്ല പ്രസന്നതയുണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ വിഷയം, ഒന്ന്, അനാവശ്യമായതൊന്നും ഞാൻ സംസാരിക്കാറില്ല. പിന്നെ ഒരു മുസ്ലിമിനോട് എൻ്റെ മനസ്സിലൊരു വെറുപ്പില്ല. ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായി. ചില നിലപാടുകൾ നമുക്ക് സഹിക്കാൻ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാകുമ്പോൾ നമ്മൾ പറയും. ഞാൻ പറയാറുണ്ട്, അതിനെനിക്ക് കുറേ ശത്രുക്കളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കതിന് വെറുപ്പില്ല. എന്തെന്നറിയോ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയം നടക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് വിചാരിക്കാൻ പറ്റൂല, നമ്മളത് പറയും. അതിന് നമ്മളോട് വ്യക്തിപരമായി ദേഷ്യം വെക്കേണ്ട. അത് ദീനിൻ്റെ വിഷയമാണ്, എൻ്റെ സ്വന്തം കാര്യമല്ലല്ലോ, ദീനിൻ്റെ വിഷയമാണ്. അത് തെറ്റ് തിരുത്താനുള്ളതാണ്. അത് ആർക്കും തെറ്റുപറ്റും, ആർക്കുമാവാം തെറ്റ്. ആ നിലപാടുകൾ ശരിയല്ലെന്ന് പറയും, ആ സ്വഭാവം ശരിയല്ലെന്ന് പറയും, ഈ കാഴ്ചപ്പാടുകൾ ശരിയല്ലെന്ന് വിശുദ്ധ ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ സ്വഹാബത്തിൻ്റെയോ താബിഈങ്ങളുടെയോ ഒക്കെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിൽ വെറുപ്പ് തോന്നുന്ന ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ അത് നമുക്ക് പറയേണ്ടി വരും. അതിലെന്ത് ചെയ്യണ്ട? മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കണ്ട. ഒരാളുടെ സ്വഭാവത്തെ നമ്മൾ വെറുക്കുന്നു, ആ മനുഷ്യനെ വെറുക്കുന്നില്ല. അങ്ങനെയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ബഗ്ദാദിലൂടെ നടക്കുമ്പോഴല്ലേ ഒരാളെ പിടിച്ചിട്ട് നാട്ടുകാർ മുഴുവൻ തല്ലുകയാണ്. വല്ലാത്ത അടി, കൂട്ടടി അടിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, എല്ലാരും അടി നിർത്തിൻ, എന്താ വിഷയം? ഇയാളൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്തോ വ്യഭിചാരമോ മറ്റോ ചെയ്തതാണ്, അടിക്കാണ്, അടി നിർത്തിൻ. ഒരു മനുഷ്യൻ കിണറ്റിൽ വീണാങ്ങൾ എന്താ ചെയ്യാ? അയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു പറഞ്ഞവരൊക്കെ. ഈ മനുഷ്യന് തെറ്റിൽപ്പെട്ടിരിക്കുകയാണ്. അയാളെ പിടിച്ചതിന്ന് കരകയറ്റണം, അടിച്ചു കൊന്നിട്ട് എന്താ കാര്യം? ആ മനുഷ്യന് തൗബ ചെയ്തു കൊടുക്കാം. ഫഖിഹു, ആ മനുഷ്യന് ദീൻ പറഞ്ഞു കൊടുക്കിൻ, ആ മനുഷ്യൻ അള്ളാഹിന്റെ ശരീഅത്ത് പറഞ്ഞു കൊടുക്കിൻ. നിങ്ങൾ അടിച്ച അയാളെ ജീവൻ എടുക്കുകയാണോ? അതാണോ ചെയ്യേണ്ടത്? അപ്പൊ കൂട്ടത്തിന് ചില ആളുകൾ സ്വഹാബിയായ അബൂ ദർദാ തങ്ങളോട്, നിങ്ങൾക്ക് ഇയാളോട് ദേഷ്യല്ലേ എന്ന് ചോദിച്ചു. ദേഷ്യമുണ്ട് അയാളുടെ കർമ്മത്തോട്, അവൻ ചെയ്ത തെറ്റിനോട് എനിക്ക് വെറുപ്പാണ്. പക്ഷെ അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ ഫഹുവ അഖീ ഫില്ലാഹ്, അവൻ അള്ളാന്റെ മാർഗത്തിൽ എൻ്റെ സഹോദരനാണ്. അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ അവന്റെ കർമ്മത്തോട് എനിക്ക് വെറുപ്പുണ്ട്, ആ വ്യക്തിയോട് വെറുപ്പില്ല. അയാൾ ചെയ്യുന്നതിനോട് എനിക്ക് വെറുപ്പുണ്ട്. തൗബ ചെയ്താൽ മാഷാ അല്ലാഹ്, എൻ്റെ സഹോദരനാണ്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ആ മനുഷ്യൻ ആകാശത്തെ കയ്യുയർത്തി, റബ്ബേ പുറത്തുതാ പടച്ചവനെ, ഞാനിനി ആ തെറ്റ് ചെയ്യൂല റബ്ബേ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ അബൂ ദർദാ എന്നവർ ചെന്ന് കെട്ടിപ്പിടിച്ചു. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻത അഖീ ഫില്ലാഹ്, നീ എൻ്റെ സഹോദരനാണ്, നിന്നോട് എനിക്ക് വെറുപ്പുണ്ട്, നിന്റെ കർമ്മത്തോട്, നിന്നോടല്ല. അങ്ങനെയാണ്. വ്യക്തിയല്ല വെറുക്കുന്നത്, വ്യക്തിയുടെ കർമ്മത്തെയാണ് വെറുക്കുന്നത്. എന്തിനു വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. എന്തുകൊണ്ട്? ഈമാനിന്റെ ഔസഖുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ബലിഷ്ഠമായ കയറ്, ഒരിക്കലും മുറിഞ്ഞു പോവാത്ത ഈമാനിന്റെ കയറെന്ന് പറയുന്നത് അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അള്ളാഹുവിനെ ഇഷ്ടമുള്ളവരെ നമ്മൾ ഇഷ്ടപ്പെടണം, അള്ളാഹ് പറഞ്ഞതിനെതിരെ ചെയ്യുന്നവരെ വെറുക്കുകയും ചെയ്യുക എന്നത് ഈമാനിന്റെ ഔസഖുൽ ഈമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പേരിൽ അതൊരു വൈരാഗ്യമാവണ്ട, അത് നസീഹത്തുകളാണ്, സാരോപദേശങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചാലല്ലേ അറിയാൻ പറ്റൂ. ഒരു മനുഷ്യൻ പൊട്ടക്കിണറ്റിൽ പോയിട്ട് വീഴാണ്, ആ മനുഷ്യനെ പിടിച്ചു വെക്കേണ്ടി വരും. എന്റെ തടസ്സം നഷ്ടപ്പെടുത്തുകയാണോ? അല്ല, നിങ്ങൾ പൊട്ടക്കിണറ്റിലേക്കാ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ പിടിച്ചു വെച്ചതാണ് എന്ന പോലെ. മഹാനവറുകൾ പറഞ്ഞു, അനാവശ്യമായ വിഷയങ്ങൾ ഞാൻ ഇടപെടാറില്ല. കാന ഖൽബീ ലിൽ മുസ്ലിമീന സലീമാ, എന്റെ മനസ്സിൽ മുസ്ലിമീങ്ങളോട് ഒരു വെറുപ്പും എനിക്കില്ല എന്ന് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു. യാ അല്ലാഹ്, അതുകൊണ്ട് ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവർ പറഞ്ഞൊരു വാക്കുകൂടെ ഉദ്ധരിക്കട്ടെ, ലം യുദ്രിക് മിൻ ഇൻദിനാ മൻ അദ്റക ബികസറത്തി സിയാമിൻ വലാ സ്വലാഹ്. നമ്മുടെ കാലക്കാരും മുൻഗാമികളും ഒരുപാട് നിസ്കാരമോ ഒരുപാട് നോമ്പോ ചെയ്തതുകൊണ്ടല്ല അവർക്ക് മഹത്വമുണ്ടായത്. പിന്നെയോ
وإنما أدرك بسخاء الأنفس وسلامة الصدر والنصح للأمة. മുൻഗാമികൾക്ക് വിജയമുണ്ടാവാൻ കാരണം അവരുടെ ശരീരം ശുദ്ധമായത്, ഹൃദയം ശുദ്ധമായത്, മുസ്ലിം ഉമ്മത്തിന് സാരോപദേശം കൊടുത്തത്. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. മുസ്ലിം ഉമ്മത്തിന് സാരോപദേശം കൊടുത്തത്, ഹൃദയശുദ്ധിയുണ്ടായത്, ശരീരത്തെ ശുദ്ധി വരുത്തിയത് ഇതുകൊണ്ടാണ് എന്നല്ലാതെ കുറേ നിസ്കാരമോ നോമ്പോ അതൊന്നുമല്ല മുൻഗാമികൾ രക്ഷപ്പെടാൻ കാരണമായത്. അവരുടെ ഹൃദയം ശുദ്ധമായിരുന്നു എന്ന് മഹാനായ ഫുദൈൽ ഇബ്നുൽ ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. അല്ലാഹു നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി തരട്ടെ. കാനൂ യുജറൂന കസീറാ യഅമലൂന യസീറാ. മുൻഗാമികൾ കുറച്ചേ അമൽ ചെയ്തിട്ടുള്ളൂ ചില ആളുകൾ, പക്ഷേ അവർക്ക് ഒരുപാട് കൂലി കിട്ടും. എന്തുകൊണ്ട്? ലിസലാമത്തി സുദൂരിഹിം. അവരുടെ ഹൃദയം ശുദ്ധമാണ്. അതുകൊണ്ട് അല്ലാഹു തആല കുറഞ്ഞ കർമ്മങ്ങൾക്ക് അവർക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് മഹാന്മാരായ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണിയാണത്. അലി തങ്ങൾ പറഞ്ഞ വാക്കാണത്. യാ അല്ലാഹുവേ, കർമ്മങ്ങൾ കുറഞ്ഞു പോയ കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. പാപങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന് നീ ശുദ്ധി നൽകണമേ തമ്പുരാനെ. വെറുപ്പുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിശാചിന്റെ സഹായവും ആ വഴിക്കുണ്ടാവും. മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് അറബ് ലോകത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഇന്ന ശൈത്വാന ഖദ് ഐസൻ യഅബുദഹുൽ മുസല്ലൂന ഫീ ജസീറത്തുൽ അറബ്. ജസീറത്തുൽ അറബിൽ മുസ്ലിമീങ്ങൾ ഇനി ബിംബാരാധന നടത്തില്ല എന്ന് പിശാചിനറിയാം. ജസീറത്തുൽ അറബിൽ ബിംബാരാധന നടക്കില്ല എന്ന് പിശാചിനറിയാം. വലാകിൻ ഫിത് തഹരീശി ബൈനഹും. എന്നാൽ അവരുടെ മനസ്സുകൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുക, സംഘടനയുടെ പേര് പറഞ്ഞ് സംഘടനകൾ ഉണ്ടാക്കുക, പരസ്പരം തമ്മിൽ കണ്ടാൽ മിണ്ടാത്തവരാക്കുക, പരസ്പരം വെറുപ്പുണ്ടാക്കുക, ഈ പരിപാടി ഖിയാമത്ത് നാൾ വരെ ഇബ്ലീസ് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇബ്ലീസിന്റെ കൂട്ടുകാരാവാണ്ടിരിക്കുക. അത്രയെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാലോ. മൂപ്പർക്കത് ഇഷ്ടമാണ് വെറുപ്പുണ്ടാക്കല്, ഇബ്ലീസിന് ഇഷ്ടമാണ് രണ്ടാക്കി പിളർത്തല്, ഇബ്ലീസിന് ഇഷ്ടമാണ് വിഭജിക്കല്, ഇബ്ലീസിന് ഇഷ്ടമാണ് തമ്മിലടിപ്പിക്കല്. നമ്മളതിന് കൂട്ടുകാരാവല്ലേ, നമ്മളതിന് സഹായികളായി പോവല്ലേ. അല്ലാഹു തആല സംശുദ്ധമായ ഹൃദയം നൽകി ആദരിച്ചവരിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. അതുകൊണ്ട് വെറുപ്പുണ്ടാവല്ലേ. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ തന്നെ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങളുടെ മുസ്ലിമായ സഹോദരന് എന്തെങ്കിലും തെറ്റുപറ്റുമ്പോൾ നിങ്ങൾ അതിനൊരു കാരണം കണ്ടെത്തിയേക്കണം. മഹാനായ മുഹമ്മദ് ഇബ്നു സിരീൻ തങ്ങൾ പറഞ്ഞു, ഇദാ ബലഗക അൻ അഖീക ഷൈഉൻ, ഏതെങ്കിലും നിന്റെ കൂട്ടുകാരിൽ നിന്ന് ഒരു മോശമായ അനുഭവം നിങ്ങൾക്കുണ്ടായാൽ ഫൽതമിസ്ലഹു ഉദ്റാ, അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കുമെന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഫഇല്ലം തജിദ് ലഹ്, ഒരു കാരണവും അന്വേഷിച്ച് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലോ ഫഖുൽ, നിങ്ങൾ പറയണം, ലഅല്ല ലഹു ഉദ്റൻ ലാ അഅലമുഹു, എനിക്കറിയാൻ പറ്റാത്ത എന്തോ ഒരു ഉദ്ർ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും, എന്തോ ഒരു കാരണം ഉണ്ടാവും. വെറുതെ ആവില്ലല്ലോ, വെറുതെ അദ്ദേഹം ചെയ്യില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാ ഉള്ളൂ, പക്ഷെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, വെറുതെ അദ്ദേഹം ചെയ്തതാവില്ല എന്ന് ഒരു എക്സ്ക്യൂസ് നിങ്ങൾ കണ്ടെത്തണമെന്ന് മഹാനായ മുഹമ്മദ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു. പ്രഗൽഭനായ യൂനുസ് സ്വദഫി തങ്ങൾ പറഞ്ഞു, ലം അറ റജുലൻ അഖല മിന ശാഫിഈ, ഇമാമുന ശാഫിഈ തങ്ങളെക്കാളും ബുദ്ധിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രഗൽഭനായ ഫഖീഹ് യൂനുസ് സ്വദഫി റളിയല്ലാഹു അൻഹു. ലം അജിദ് അഖല മിന ശാഫിഈ, ഇമാം ഷാഫിഈയെക്കാളും ബുദ്ധിയുള്ള ഒരാളെ ഞാൻ കണ്ടില്ല. ഇമാമുന ശാഫിഈ തങ്ങൾ ഒരു മസ്അലയിൽ അവർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായപ്പോ, തർക്കമുണ്ടായപ്പോ, സംവാദമുണ്ടായപ്പോ യൂനുസ് സ്വദഫി റളിയല്ലാഹു അൻഹുവിന്റെ വാദം തെറ്റാണെന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ സമർത്ഥിച്ചു കൊടുത്തപ്പോ, ഈ സംവാദത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാല് ജയിക്കണമെന്ന നിയ്യത്തോട് കൂടിയിട്ടായിരിക്കും മിക്കവാറും. ഇല്ലാ മാ റഹിമ റബ്ബി, അങ്ങനത്തെ അല്ലാത്തവരുണ്ടായിരിക്കും. പക്ഷേ ഒരു വിധത്തിലൊക്കെ ഇബ്ലീസ് ഖൽബിൽ കയറും. ജയിക്കണമെന്നേ, സത്യം എവിടെയാണ് എന്താണ് എന്ന് കേട്ട് പഠിക്കാനല്ല പോവുക, ഞാൻ ജയിക്കണം എന്ന് ഉദ്ദേശിക്കുക, അങ്ങനെയല്ല. ഷാഫി ഇമാം സംവാദം നടത്തിയിട്ടുണ്ട്, ഇമാമുന ഷാഫിഈ തങ്ങൾ. എന്നിട്ട് പറയും, അല്ലാഹുമ്മ അരിനിൽ ഹഖ്ക അലാ യദൈ ഖസ്മീ, പടച്ചവനെ എൻ്റെ പ്രതിയോഗിയുടെ കയ്യിലൂടെ നീ എനിക്ക് സത്യം മനസ്സിലാക്കി തരണമേ.
യാ അല്ലാഹ്, എന്തൊരു മനോഹരം! എന്നോട് വാദത്തിന് വരുന്ന എന്റെ പ്രതിയോഗി, ആ മനുഷ്യന്റെ കയ്യിലൂടെ സത്യം എനിക്ക് കാണിച്ചു തരണേ പടച്ചവനെ എന്ന് ദുആ ചെയ്തിട്ടാണ് സംവാദത്തിന് കയറുള്ളൂ ഇമാമുന ശാഫിഈ തങ്ങൾ. ആ മനസ്സിന്റെ ശുദ്ധിയാണ്. എന്തെന്നായാലും ഞാൻ ജയിച്ചു എന്ന് വരുത്തണം. അങ്ങനെ ആയിപ്പോയാൽ അതിൽ നിയ്യത്ത് മോശമായി പോകും. അപ്പൊ അതിൽ സത്യം കാണാതെ പോയി പോകും. ഇമാമുന ശാഫിഈ തങ്ങൾ യൂനുസ് സ്വദഫിയോട് സംവാദമുണ്ടാവുകയും യൂനുസ് സ്വദഫി തോൽക്കുകയും ചെയ്തിട്ട് പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ ഇമാമുന ശാഫിഈ തങ്ങൾ ഓടിച്ചെന്ന് യൂനുസ് സ്വദഫിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, യൂനുസേ യാ അബാ മൂസാ അലാ യസ്തഖീമു അൻ നകൂന ഇഖ്വാന വ ഇല്ലം നത്തഫിഖ് ഫീ മസ്അലത്തിൻ. ഒരു മസ്അലയിൽ എനിക്കും നിങ്ങൾക്കും ഒരു അഭിപ്രായമല്ല. ഫുഖഹാഇന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാകും. ദീനിന്റെ മസ്അല അങ്ങനെയാണ്. അതില് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദീനിന്റെ മസ്അലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഖഹാഇന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് യൂനുസ് സ്വദഫി അലാ യസ്തഖീം അൻ നകൂന ഇഖ്വാന, ഞാനും നിങ്ങൾക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് സഹോദരന്മാരായിക്കൂടെ, നമുക്ക് ചങ്ങാതിമാരായിക്കൂടെ? നമ്മുടെ ആശയം ഒന്നല്ലെങ്കിൽ തന്നെയും, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒന്നല്ല, നമ്മുടെ വീക്ഷണം ഒന്നല്ല, എന്നാലും നമുക്ക് സഹോദരങ്ങളായിക്കൂടെ? ശത്രുത വേണ്ടല്ലോ എന്ന് എന്നോട് പറഞ്ഞ ശാഫിഈയേക്കാളും ബുദ്ധിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് യൂനുസ് സ്വദഫി. സുബ്ഹാനല്ലാഹ്, വിട്ടുവീഴ്ചയും പുറത്തു കൊടുക്കലുമാണത്. എത്രയോ അനുഭവങ്ങൾ. നമ്മുടെ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വിഷയം കൂടെ പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൻ നഖിയ്യൽ ഗനിയ്യൽ ഖഫിയ്യ. അല്ലാഹുവിന് ഇഷ്ടമുള്ള സജ്ജനങ്ങൾ, ഹൃദയം ശുദ്ധിയുള്ളവരെ, ഹൃദയം ശുദ്ധമായവരെ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവരെ, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നവരെ ഹൃദയം ശുദ്ധിയായവരാണ്, ഖൽബിൽ കറകളില്ലാത്തവരാണ്, ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ലാത്തവരാണ്. ആ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ലോകമാണ്. ഒരിക്കലും എല്ലാവർക്കും സുസമ്മതനായ ഒരാൾ ലോകത്തുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളെ ലോകം മുഴുവൻ അംഗീകരിക്കേണ്ടിയിരുന്നു. തങ്ങൾക്ക് ശത്രുക്കളുണ്ടായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കളോടൊക്കെ വളരെ ശാന്തമായി പെരുമാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. സ്വന്തം ശത്രുവാണായിരുന്ന അബൂജഹൽ, ഫിർഔൻ ഹാദിഹിൽ ഉമ്മ. അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ എന്നവര് സ്വഹാബിയായി നബിയുടെ മുമ്പിലേക്ക് വരുമ്പോ നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? റഅയ്തു അലിംതു, എനിക്കറിയുമായിരുന്നു, അന്ന മിൻ അബീക യഅതിൽ ഖൈർ, നിന്റെ വാപ്പയിൽ നിന്നൊരു നന്മ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? നബിയുടെ ശത്രുവാൻ, ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണ് അബൂജഹൽ. എന്നിട്ടും ആ ശത്രുവിനോട് നബി തങ്ങളുടെ കാഴ്ചപ്പാട്, ആ ശത്രുവിൽ നിന്ന് ഒരു നന്മയുണ്ടാകും, ആ ശത്രുവിൽ നിന്ന് ഒരു നന്മയുണ്ടാകും. ആ നന്മ ഇക്രിമ, നിങ്ങളെന്ന മകൻ, നിങ്ങളുടെ വാപ്പ അബൂജഹലാണ്, നിങ്ങളെന്ന മകൻ മുസ്ലിമാവുകയും സ്വഹാബിയാവുകയും ചെയ്തുവല്ലോ. ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു നന്മ നിങ്ങളുടെ വാപ്പയിൽ നിന്നുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘടനാ വ്യത്യാസങ്ങളോ രാഷ്ട്രീയ കൊടികളുടെ വ്യത്യാസങ്ങളോ ഉള്ളതിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ ശത്രുത ഉണ്ടായിക്കൂടാ. ഇമാം ദഹബി തങ്ങളുടെ ഒരു വാക്ക് ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഇമാമുൽ ദഹബി തങ്ങൾ പറഞ്ഞു, കലാമുൽ അഖ്റാനി ബഅദുഹും ഫീ ബഅദിൻ യുഹ്തമൽ. സമകാലികരായ ആളുകൾ, ഒരേ കാലക്കാരായ ആളുകൾ പരസ്പരം പഴിചാരുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് അതിന് സാധ്യത എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഒരാളുടെ കുറ്റം എടുത്തു പറയുന്നതിനേക്കാളും നല്ലത് മൂടിവെക്കൽ തന്നെയാണ്. ഇല്ല അൻ യത്തഫിഖൽ മുആസിറൂന അലാ ജർഹി ശൈഖിൻ ഫയുഅ്തമദു ഖൗലുഹും. എന്നാൽ ഒരു കാലക്കാരായ മുഴുവൻ ആളുകളും ഏതെങ്കിലും ഒരു പണ്ഡിതനിൽ കുഴപ്പമുണ്ട് എന്ന് മുആസിരിങ്ങളായ പണ്ഡിതന്മാർ മുഴുക്കെ അഭിപ്രായപ്പെട്ടാൽ ഫയുഅ്തമദു ഖൗലുഹും, ആ അഭിപ്രായം സ്വീകരിക്കപ്പെടും. അവിടെ ഒരാളെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ആലിമീങ്ങളെ കുറ്റപ്പെടുത്തിക്കൂടാ. കുറ്റപ്പെടുത്തപ്പെടേണ്ട ആളാണെങ്കിൽ അത് തെറ്റാണെന്ന് ഒരു പക്ഷേ പറയേണ്ടി വരും. പക്ഷേ അതിൻ്റെ പേരിൽ ശത്രുത ഉണ്ടാവേണ്ട കാര്യമില്ല.
അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് പരസ്പരം ഉൾക്കൊള്ളാനും തെറ്റുകൾ തിരുത്താനുമുള്ള വഴിയാണ്. അതുകൊണ്ട് മുഅ്മിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നമുക്കെന്ത് നേട്ടം? അതുകൊണ്ട് പുറത്തു കൊടുക്കുക. അങ്ങനെ പുറത്തു കൊടുക്കുമ്പോൾ അള്ളാഹു നമുക്ക് മാപ്പ് തരും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഹശറിന്റെ 10ാമത്തെ ആയത്ത് പഠിച്ചു വെക്കുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് പറയും ചെയ്യുക. ഒന്ന് പറഞ്ഞു നോക്കി, അല്ലാഹുമ്മ അല്ലാഹുവേ മൻ സബ്ബനി ഔ ശതമനി ഔ ളറബനി ഫഇന്നി ഖദ് അഫൗതു അൻഹു ലിവജ്ഹികൽ കരീം. പിന്നെ ഒരു കാര്യം കൂടെ ദുആയിരക്കേണ്ടത്, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റമദാനിൽ നമ്മൾ ദുആ ചെയ്യുന്ന ദുആയാണത്. അത് റമദാനിൽ മാത്രമല്ല, എപ്പോഴും ദുആയിരക്കുക. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ, അല്ലാഹുവേ നീ മാപ്പ് തരുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യൽ നിനക്ക് ഇഷ്ടവുമാണല്ലോ റബ്ബേ. ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പ് തരണമേ. നമ്മൾ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുക, നമുക്ക് മാപ്പ് തരണേന്ന് അള്ളാഹിനോട് ചോദിക്കുകയും ചെയ്യാം. ഖൽബ് ശുദ്ധിയാവും, സന്തോഷമുള്ള ജീവിതം അള്ളാഹു തരും. നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ അരികത്തേക്ക് നല്ല നിലക്ക് പോകാൻ വേണ്ടി കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു കവിത ചൊല്ലി അവസാനിപ്പിക്കുകയാണ്. അൽ മുഖന്നഉൽ കിഞ്ചി എന്ന് പറയുന്ന ഒരു കവിയുടെ കവിതയാണ്. ഞാനതിന് അർത്ഥം പറയണില്ല, ഉസ്താദന്മാർക്കൊക്കെ അത് വളരെ രസകരമായിട്ട് ആസ്വദിച്ച് മനസ്സിലാക്കാൻ കഴിയും, മുതഅല്ലിമീങ്ങൾക്കൊക്കെ. وإن الذي بيني وبين بني أبي وبين بني عمي لمختلف جدا فإن آكلوا لحمي وفرت لحومهم وإن هادموا مجدي بنيت لهم مجدا وإن ضيعوا غيبي حفظت غيوبهم وإنهم هووا غيي هويت لهم رشدا ولا أحمل الحقد القديم عليهم ولا أحمل الحقد القديم عليهم وليس كريم القوم من يحمل الحقدا. അർത്ഥം പറയല്ലേ? മുഖന്നഉൽ കിഞ്ചി പറയുന്ന പാട്ടാണത്. ഞാനും എൻ്റെ വാപ്പയും എൻ്റെ കുടുംബക്കാരും എൻ്റെ അമ്മാവൻ്റെ മക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ശരിയാണ്. അവരെന്റെ മാംസം കടിച്ചു തിന്നുമ്പോൾ അവരുടെ മാംസത്തിന് കുഴപ്പമൊന്നും വരരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അഭിമാനം തകർക്കാനാണ് എന്റെ കുടുംബക്കാര് നോക്കുന്നത്, എന്നാൽ ഞാൻ അവർക്ക് അഭിമാനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഞാൻ സ്ഥലത്തില്ലാതിരിക്കുമ്പോ എനിക്ക് നഷ്ടം വരുത്തി വെച്ചിരിക്കുന്നവര്, എന്നാൽ അവർ സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ അവരുടെ സമ്പത്ത്, അവരുടെ അഭിമാനം ഞാൻ കാത്തു സൂക്ഷിക്കുന്നവനാണ്. ഞാനൊന്ന് പഴച്ചു പോവണം, ഞാനൊന്ന് തകരണം, ഞാനൊന്ന് പാപ്പരാവണമെന്ന് എന്നെപ്പറ്റി അസൂയ കൊണ്ടവർ നോക്കുമ്പോൾ അല്ലാഹുവേ നീ അവർക്ക് സന്മാർഗ ദർശനം കൊടുക്കണേ എന്നാണ് ഞാൻ അവർക്ക് വേണ്ടി കൊതിക്കുന്നത്. വലാ അഹ്മിലുൽ ഹിഖദൽ ഖദീമ അലൈഹിം വലൈസ കരീമുൽ ഖൗമി മൻ യഹ്മിലുൽ ഹിഖദാ. ആ പഴയകാലത്തെ വിദ്വേഷങ്ങള്, പഴയകാലത്തെ വിഷമങ്ങള്, അവൾ അത് പറഞ്ഞു, ഇവൻ ഇത് പറഞ്ഞു, അന്ന് അങ്ങനെ പറഞ്ഞു, ഞാനതൊന്നും മനസ്സിൽ കൊണ്ടു നടക്കില്ലല്ലോ. കാരണം മാന്യനായ മനുഷ്യൻ മനസ്സിനുള്ളിൽ പകയില്ലാത്ത ആളാണ്, അതുകൊണ്ട് ഞാൻ പക കൊണ്ട് നടക്കില്ല എന്ന് ഒരു ജാഹിലി കവി പാടുമ്പോ നമ്മളൊക്കെ എത്ര നല്ല സന്തോഷത്തോടെ ഹദീസും ഖുർആനും കേൾക്കുന്ന ആളുകളല്ലേ. ഇനിയെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഹൃദയശുദ്ധിയോടെ ജീവിച്ചാൽ കർമ്മം കുറച്ചാണെങ്കിലും ഉള്ളതിൽ അല്ലാഹു ബർക്കത്ത് തരും. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ.